നമസ്കാരം. വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു IFFK കൂടി കടന്നു പോവുകയാണ്. മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ച് ലോക സിനിമയിലും ടെക്നോളജിയിലും വന്ന മാറ്റം സിനിമ ആസ്വാദനത്തെ പോലും സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്നു. ലോക ക്ലാസിക്കുകൾക്കായി ഒരു മേള, ആ ലക്ഷ്യത്തിലായിരുന്നു IFFK തുടങ്ങിയത്. വർഷങ്ങൾക്കിപ്പുറം ലോകത്തെ ഏറ്റവും വലിയ ചലച്ചിത്രമേളയായി IFFK മാറി എന്നതിൻ്റെ തെളിവാണ് ഓരോ ചലച്ചിത്രമേളയിലും വർദ്ധിച്ചു വരുന്ന ജനപങ്കാളിത്തം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനും IFFKയുടെ ഫെസ്റ്റിവൽ ഡയറക്ടറും നടനും എഴുത്തുകാരനുമായ ശ്രീ പ്രേംകുമാർ. സ്വാഗതം. ഒരു വ്യക്തിയെ ഇത്രയേറെ സ്വാധീനിക്കുന്ന സിനിമയ്ക്കപ്പുറമുള്ളൊരു മാധ്യമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ച് സിനിമയുടെ ആസ്വാദനത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഒരു മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ഒരു അടച്ചിട്ട മുറിയിലിരുന്ന് സിനിമ ആസ്വദിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ മാറി. എങ്കിലും 1000 കാണികളടങ്ങുന്ന നിറഞ്ഞ ഒരു ജനസഞ്ചയത്തിനു മുന്നിൽ സിനിമ പകരുന്നൊരു രാഷ്ട്രീയം, അതൊരു സമൂഹത്തെ എത്രത്തോളം ചലനാത്മകമാക്കുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഓരോ ചലച്ചിത്രമേളകളും. അങ്ങനെ സംബന്ധിച്ച് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന നിലയിൽ ആദ്യമായി ഒരു ചലച്ചിത്രമേള നടത്തുന്നു. 29ാമത് IFFK നൽകുന്നൊരു പാഠം എന്താണ്? ലോകം മുഴുവൻ മാറുകയാണ്, ഓരോ നിമിഷവും മാറുകയാണ്. ആ മാറ്റങ്ങളെല്ലാം കലയിൽ, സാഹിത്യത്തിൽ, സിനിമയിലും സ്വാഭാവികമായിട്ട് പ്രതിഫലിക്കും. പക്ഷെ സിനിമയുടെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു സമൂഹം ഒന്നിച്ച് ഒരു ഇരുണ്ട ഇടത്ത് ഇങ്ങനെ ഇരുന്ന് ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിക്കുകയും അതിലൂടെ പകരുന്ന ഇമോഷൻസിനനുസരിച്ച് നമ്മുടെ ചില പ്രതികരണങ്ങളൊക്കെ ആയിട്ട് അതൊരു കളക്റ്റീവായിട്ടുള്ള അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ സ്വകാര്യ ഇടങ്ങളിലിരുന്ന് ചില ചെറിയ സ്ക്രീനുകളിൽ കാണുന്നതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഒരു കൂട്ടായ ഒരു സമൂഹം ഒന്നടങ്കം ഇങ്ങനെ ഇരുന്ന് കാണുകയും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വളരെ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് സിനിമ നൽകുന്ന ഒരു യഥാർത്ഥ ഫീല് അത് പ്രേക്ഷകന് നൽകുക, അത് ബിഗ് സ്ക്രീനിൽ തന്നെ ആകണം സിനിമ എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ്. കല ഒരു സാമൂഹ്യ പരിവർത്തന ഉപാധി കൂടിയാണ്. അപ്പോൾ പലപ്പോഴും കലകൾ നമ്മളൊരു വളരെ ലാഘവത്തോടു കൂടി അതൊരു വിനോദ ഉപാധി മാത്രമായിട്ട് കാണുന്നൊരു സമൂഹമാണ്. പക്ഷെ അത് ഈ കാലത്തൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ആ മാറ്റത്തിന് കാരണം കേരളത്തിൽ ഇപ്പോൾ നല്ല സിനിമകളെ സ്വീകരിക്കുന്ന ഒരു വലിയ പ്രേക്ഷക സമൂഹമുണ്ട് നമുക്ക്. ഈ ഇത്തരം ചലച്ചിത്രമേളകളുടെ, ഇത്തരം അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളുടെ ഒരു വലിയ പ്രസക്തി എന്ന് പറയുന്നത് ഇത് കാണുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശീലത്തിൽ വളരുന്ന നല്ല ക്ലാസിക്കുകളൊക്കെ കണ്ട് വളരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് നല്ല ഫിലിം മേക്കേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ ഒരു പ്രത്യേക പാക്കേജ് നൽകിയിട്ടാണ് അക്കാഡമി ഒരു മേള സംഘടിപ്പിക്കുന്നത്. അതിനകത്ത് ഒരുപാട് യങ്സ്റ്റേഴ്സിനകത്ത് പിന്നെ വരുന്നു. അതിൽ നിന്നൊക്കെ നല്ല പ്രതിഭകളായിട്ടുള്ള ആൾക്കാർ, ഭാവിയിൽ അവരിൽ നിന്നൊക്കെ വലിയ ഫിലിം മേക്കേഴ്സ് ഉണ്ടാവുകയാണ്. അത് ഇത്തരം നല്ല പ്രമേയങ്ങൾ, നല്ല ആവിഷ്കരണ ശൈലികൾ. അപ്പോൾ നമ്മുടെ സിനിമയിൽ, മലയാള സിനിമയിൽ തന്നെ ഒരു ഭാവുകത്വ പരിണാമം എന്ന് പറയാവുന്നത് ഈ ഫിലിം സൊസൈറ്റികളൊക്കെ തുടങ്ങി വെച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് ഇപ്പോൾ ഈ IFFK നമുക്ക് വിലയിരുത്തേണ്ടത്. ഈ സിനിമയ്ക്ക് ഒരു ഭാഷയുണ്ട്, അത് വികാരങ്ങളുടെ ഭാഷയാണ്. ഈ ലോകത്തെവിടെയുമുള്ള ഏതു മനുഷ്യൻ്റെയും ഈ അടിസ്ഥാന ഭാവങ്ങൾ, അത് പ്രണയമാകട്ടെ, വിരഹമാകട്ടെ, രതിയാകട്ടെ, അവൻ്റെ സങ്കടവും കോപവും പിന്നെ വിശപ്പും, ഇതെല്ലാം ഏതാണ്ട് ലോകത്തെവിടെയും ഏതാണ്ട് സമാനമാണ്. സിനിമയ്ക്കൊരു ഭാഷയുണ്ട്. അത് ഞാൻ പറയുന്നത് ഈ സിനിമയിൽ കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ഭാഷയെക്കുറിച്ചല്ല. സിനിമ സ്വയം സംസാരിക്കുന്നൊരു ഭാഷയുണ്ട്, അതിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഓരോ ദേശത്തെയും സിനിമ അവിടുത്തെ ഭാഷയും സംസ്കാരവും അവിടുത്തെ ജീവിതവും ആ ജീവിതത്തിലെ സംഘർഷങ്ങളും അവിടുത്തെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സങ്കീർണ ഭാവങ്ങളും ഇതിലൂടെയൊക്കെ വിനിമയം ചെയ്യപ്പെടുന്ന ആ ഒരു മനുഷ്യ അവസ്ഥകളുടെ ചിലപ്പോൾ നമ്മളൊക്കെ വലിയ ഭാഗ്യം ചെയ്ത ഒരു ജനതയാണ്. നമ്മൾ ഈ യുദ്ധത്തിൻ്റെയൊന്നും ഭീതി അല്ലെങ്കിൽ കെടുതികളൊന്നും നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു ജനതയല്ല. ഈ അധിനിവേശത്തിൻ്റെ ഭീകരതയൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെയൊക്കെ ലോകത്ത് നമ്മളറിയാത്ത ഒരുപാട് മനുഷ്യർ, അത്തരം കെടുതികളൊക്കെ അനുഭവിച്ച മനുഷ്യർ. അപ്പോൾ അവരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് വലിയ ആഘാതങ്ങളിൽ നിന്നൊക്കെയുള്ള അതിജീവന പോരാട്ടത്തിൻ്റെയൊക്കെ ഒരു ജീവിതമാണ്. അപ്പോൾ അത് ഒക്കെ അടയാളപ്പെടുത്തുന്ന സിനിമകൾ, അതിലൂടെയൊക്കെ മനുഷ്യൻ്റെ അവസ്ഥകൾ, അവൻ്റെ സങ്കീർണമായ ഭാവങ്ങൾ, ഇത് മനുഷ്യരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് ആ വികാരങ്ങളുടെ ഭാഷയാണ്. ആ ഭാഷ നമ്മളിലൊരു മാനവികതയുടെ ഒരു മഹാചിന്തയുണ്ടാക്കും. ലോകത്തെവിടെയുമുള്ള മനുഷ്യൻ ഒന്നാണ് എന്ന ഒരു വലിയ ചിന്ത. അത് തന്നെയാണ് തീർച്ചയായിട്ടും ഇത്തരം മേളകളുടെ, ഇത്തരം ചലച്ചിത്ര മേളകളുടെ ഒരു വലിയ പ്രസക്തിയായിട്ട് ഞാൻ കാണുന്നത്. ഈ പ്രതിരോധ രാഷ്ട്രീയം പറയുന്ന സിനിമകളോട് എപ്പോഴും ഈ തിയേറ്ററുകൾ മുഖം തിരിച്ചു നിൽക്കുന്നു. അത് ഇത്ര
കാലഘട്ടം പിന്നിട്ടിട്ടും ആ ഒരു നിലപാടുകൾക്ക്, ആ ഒരു നയസമീപനത്തിൽ ഒരു മാറ്റവുമില്ല. അവിടെയാണ് ചലച്ചിത്ര മേളകൾക്ക് പ്രസക്തിയേറുന്നത് പോലും. അങ്ങനെ നോക്കുമ്പോൾ അത്തരത്തിലുള്ള സിനിമകൾക്ക് ഓരോ ചലച്ചിത്രമേളയും ഓരോ IFFKയും അത്തരം സിനിമകൾക്ക് എത്രത്തോളം പ്രാധാന്യത്തോടുകൂടി അത്തരം സിനിമകൾക്ക് അവസരം നൽകുന്നു, അത്തരം സിനിമകൾ കാണാനായി ഗൗരവത്തോടെ സിനിമകളെ സമീപിക്കുന്നവരുടെ അത്തരം ആസ്വാദകരുടെ എണ്ണവും കൂടുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഈ ഒരു 29ാമത് ചലച്ചിത്രമേളയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ പറയാൻ പറ്റും. നമ്മുടെ നോക്കൂ, അവിടെ വന്നിട്ട് ഓരോ തിയേറ്ററുകൾ നോക്കൂ, നിറഞ്ഞു കവിയുന്ന സദസ്സാണ്. പ്രായഭേദമന്യേ ഓരോ സിനിമയ്ക്കും ഒരുപക്ഷെ ചിലപ്പോൾ അതിനെക്കുറിച്ചുള്ള റിവ്യൂസൊക്കെ വായിച്ചിട്ടോ അല്ലെങ്കിൽ നേരത്തെ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ഇത്തരം ഈ ലോക സിനിമയെ കാണാൻ, അത് അറിയാൻ, അപ്പോൾ അതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തിയേറ്ററുകൾ ഇതിനോടൊക്കെ മുഖം തിരിച്ചു നിൽക്കുന്നു എന്നൊക്കെയുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ IFFKയുടെ വേദികളിൽ ഏറ്റവും മികച്ച ചിത്രങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതികരണങ്ങൾ ലഭിക്കുകയാണ്. അപ്പോൾ നല്ല സിനിമ സ്വീകരിക്കാൻ പ്രേക്ഷകൻ തയ്യാറാണ്. ഈ നല്ല സിനിമ എന്ന് പറയുന്നത് എന്താ? ഞാൻ വിശ്വസിക്കുന്ന ഒരു വളരെ തീവ്രമായ ഒരു അനുഭവമായി മാറുന്നതാണ് നല്ല സിനിമ. അവിടെ കേവലം ഒരു ഉപരിപ്ലവമായിട്ട് ഇതല്ല, അതൊരു മനസ്സിലൊരു വല്ലാത്തൊരു, അതിപ്പോൾ ചില തമാശപ്പടങ്ങളാണെങ്കിൽ പോലും അതും ആ തരത്തിലൊരു വലിയ ഒരു അനുഭവം അതിന് സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു നല്ല സിനിമയാണ്. അപ്പോൾ തമാശ അത് മോശമൊന്നുമല്ല. ഇപ്പോൾ ചാർലി ചാപ്ലിൻ്റെ പല പടങ്ങളും നമ്മൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ ചില ചിരിച്ച് രസിച്ച് കൊണ്ട് നമ്മൾ ചിലപ്പോൾ അറിയാതെ ഉള്ളിൽ വിങ്ങിപ്പൊട്ടുന്ന കരയുന്ന ഒരവസ്ഥ, അതൊരു ബ്ലാക്ക് ഹ്യൂമറിൻ്റെ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഹ്യൂമറിൻ്റെയൊക്കെ തലത്തിൽ പോകുന്ന മികച്ച കലാസൃഷ്ടികളുണ്ട്. അപ്പോൾ ചാപ്ലിൻ്റെയൊക്കെ ഒരു പ്രതിഭ എന്ന് പറഞ്ഞാൽ അവിടെയാണ്. അദ്ദേഹം ചിരിപ്പിച്ചുകൊണ്ട് നമ്മളെ കരയിപ്പിക്കും. ഇപ്പോൾ പിറവി എന്ന് പറയുന്നൊരു നമ്മുടെ ഒരു മലയാള സിനിമ, അതിനകത്ത് ആ ഒരു അച്ഛൻ്റെ ഒരു മകന് വേണ്ടിയിട്ടുള്ള അയാൾ മിസ്സായിരിക്കുക, കാണാതായിപ്പോയി. അയാൾ ജീവിച്ചിരിപ്പുണ്ടോ, മരിച്ചുപോയോ, അയാൾ തിരിച്ചു വരുമോ, ഒന്നും അറിയാതെ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ട്. അത് ഇതിനൊരു ഒരു പര്യവസാനമില്ല. കാര്യം ചിലപ്പോൾ നാളെ വന്നേക്കാം. എന്തൊക്കെ പ്രതീക്ഷിച്ച് ഒടുവിൽ ആ പ്രതീക്ഷയൊക്കെ ഇങ്ങനെ അസ്തമിക്കുന്നൊരവസ്ഥയിലൊക്കെ ഇരിക്കുന്ന ആ ഒരു പ്രേംജി അവതരിപ്പിച്ചൊരു കഥാപാത്രമാണ്. അത് നമ്മളെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടൊരു സിനിമയാണ്. പക്ഷെ ഇന്നും ആ ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്നെ വല്ലാതെ ഒരു ഫീൽ ചെയ്തു. അതുപോലെയാണ് എത്രയോ സിനിമകൾ. അപ്പോൾ അത്തരം ഒരു വലിയ അനുഭവമായി മാറുന്ന ഒരുപാട് സിനിമകളുണ്ട്. ലോകോത്തര സിനിമകൾ, ലോക ക്ലാസിക്കുകൾ ഇവിടെ അത് പരിചയപ്പെടുത്തുക, അതിൻ്റെ ടെക്നോളജി പരിചയപ്പെടുത്തുക, അതിനുള്ള ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ചലച്ചിത്രമേളകൾ. അതുപോലെ നമ്മുടെ സിനിമകളെ ലോക നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ ലോകത്തിൻ്റെ പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തിക്കാനായി ചലച്ചിത്രമേളകൾക്ക് സാധിക്കുന്നുണ്ടോ? ചലച്ചിത്ര അക്കാദമിക്ക് സാധിക്കുന്നുണ്ടോ? തീർച്ചയായും. ഈ ചലച്ചിത്രമേളയുടെ, അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഒരു വലിയ ലക്ഷ്യം തന്നെ നമ്മുടെ സിനിമകളെ ലോകത്തിന് മുമ്പിൽ ഷോക്കേസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നമ്മൾ മറ്റ് സിനിമകളിലൂടെ കാണിക്കുന്നതോടൊപ്പം ഇപ്പോൾ ഈ ഇതിനകത്ത് ലോക സിനിമ വിഭാഗം എന്ന് പറഞ്ഞിട്ട് ഇത്, അന്താരാഷ്ട്ര മത്സര വിഭാഗം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന്, പിന്നെ ഇന്ത്യൻ സിനിമ നൗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ വർത്തമാനകാല മുഖം, ഒപ്പം മലയാളം സിനിമ ടുഡേ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വിഭാഗം കൂടിയുണ്ട്. ഇത്തവണ നമ്മൾ ആ മലയാളം സിനിമ ടുഡേയിൽ ഏതാണ്ട് 12ഓളം സിനിമകളിൽ പിന്നെ 4 സിനിമകൾ വനിതാ സംവിധായകരുടെ സിനിമകളാണ് ഇപ്പോൾ ഇടം പിടിച്ചത്. അങ്ങനെ ഒരു വലിയ ശ്രദ്ധേയമായ ഒന്നുകൂടിയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അതിൽ പലതും വളരെ പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റിക്കൊണ്ട് ഇപ്പോൾ ഈ മേളയിൽ വളരെ ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ സിനിമകളൊക്കെ നമ്മൾ ലോകത്തിന് മുമ്പിൽ നോക്കൂ, ഇതാണ് മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഇതൊന്നും നമുക്ക് അഭിമാനപൂർവ്വം കാണിക്കാൻ പറ്റുന്ന സിനിമകളാണ്. അപ്പോൾ നമ്മുടെ സിനിമകളെയും നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യാനും, അത് നമ്മുടെ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് വിദേശ ഡെലിഗേറ്റുകളൊക്കെ ഉണ്ട്, അവരൊക്കെ ഇത് കാണുകയാണ്. അപ്പോൾ അവരിത്തരം സിനിമകളെക്കുറിച്ചൊക്കെയുള്ള അവരുടെ ചില റിവ്യൂസൊക്കെ അവിടെ വരും. അപ്പോൾ ഇത് നമ്മുടെ സിനിമയ്ക്കൊരു അങ്ങനെ ഒരു മാർക്കറ്റ് കൂടി തുറന്നു കൊടുക്കുന്ന തരത്തിലേക്ക് ഈ മേള മാറുന്നുണ്ട്. ഒപ്പം ഫെസ്റ്റിവലിനോടനുബന്ധിച്ചിട്ടൊരു മാർക്കറ്റ്, ഒരു ഫിലിം മാർക്കറ്റ് എന്ന് പറയുന്നിട്ടൊരു കൺസെപ്റ്റുമായിട്ട് അതിപ്പോൾ ഷാജി എൻ സാറിൻ്റെ നേതൃത്വത്തിൽ വളരെ വിജയകരമായിട്ട് അത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സിനിമയെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു വേദി കൂടി തന്നെയാണ് IFFK. ഏറ്റവും മികവാർന്ന, വർഷങ്ങളോളം മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒരു ക്ലാസിക്കുകളോ എടുക്കാൻ പുതിയ സിനിമാക്കാർക്ക് അല്ലെങ്കിൽ പുതിയ സിനിമ ആസ്വാദകർക്കോ സിനിമ രംഗത്തേക്ക് കടന്നു വരുന്നവർക്കൊന്നും സാധിക്കാതെ വരുന്നു, അവർ പരാജയപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ടാകും? ഇല്ല, അതൊരു പരാജയമെന്നൊന്നും പറഞ്ഞ് നമ്മളതിനങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ടതില്ല. ഒരു തലമുറകളുടെ ഒരു അന്തരം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുണ്ട്. എല്ലാ കാലത്തും ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു കാലത്തുള്ള കുട്ടികൾ തൊട്ട് മുമ്പുള്ള തലമുറയിൽ നിന്ന് ഈ തലമുറയിലേക്കുള്ള ഒരു അന്തരം, അത് വലിയൊരു അന്തരമാണ്. മുമ്പൊക്കെ അതൊരു സാധാരണ ഒരു സ്വാഭാവികമായ ഒരു അന്തരം മാത്രമേ ഉണ്ടാവുള്ളൂ.
പക്ഷേ ഇപ്പോൾ അതല്ല. എന്താണ് വലിയ ക്ലാസിക്കുകളൊന്നും ഇവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കുട്ടികളാണ്, അവർ ചെയ്യും. ഭാവിയിൽ അവരിൽ നിന്നൊക്കെ വലിയ സിനിമകളുണ്ടാവും. നമ്മുടെ ഇപ്പോഴത്തെ മഹാസംവിധായകരുടെയൊക്കെ പിന്നെ അവരുടെ ഈ ഒരു പ്രായത്തിലേക്കുള്ള ഒരു ഒരു സൃഷ്ടികളെ കുറിച്ചൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇത് വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നതിൻ്റെ സൂചന തന്നെയാണ് ഈ കുട്ടികൾ നൽകുന്നത്. കഥയിൽ വന്നൊരു മാറ്റം, കഥ പറയുന്ന രീതിയിലെ മാറ്റം, അത് വളരെ ഫാസ്റ്റായി കഥ പറയുന്ന രീതിയിലോട്ട് മാറിയപ്പോൾ അഭിനയം പോലും മാറുന്നു. പണ്ടൊക്കെ ഒരു അഭിനയം മാറി, ഇപ്പോൾ അഭിനയമില്ല, ഇപ്പോൾ എല്ലാം സ്വാഭാവിക പ്രതികരണങ്ങളായി മാറുന്നു. അങ്ങനെ വരുമ്പോഴാണ് സിനിമയിൽ ഇപ്പോൾ പാട്ടുകളില്ല, ഗാനങ്ങളൊന്നുമില്ലാതെ സിനിമകൾ വരുന്നു. ഈ കുറേ യുവാക്കളെ ചുറ്റിപ്പറ്റിയുള്ള, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കാണുന്ന ഈ ചില വീഡിയോകൾ കാണുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമുകൾ കാണുന്നത് പോലെ, അങ്ങനെ വർഷങ്ങളോളം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥകളൊന്നും പറയാനായി പുതിയ കഥകൾക്ക് സിനിമകൾക്ക് കഴിയുന്നില്ലല്ലോ. അതെവിടെയാണ് ഈ ഒരു കൈമോശം അല്ല, വന്നത്? മുമ്പ് നമ്മൾ വലിയ ക്യാൻവാസിൽ വലിയ കഥകളും വലിയ നോവലുകളും വലിയ സാഹിത്യകൃതികളും ഒക്കെ സിനിമയാക്കിയിരുന്നൊരു കാലമുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ പോലെ, തകഴിയുടെ ചെമ്മീൻ പോലെ, അല്ലെങ്കിൽ പിന്നെ പാറപ്പുറത്തിൻ്റെ ചില എന്താണ് ഈ അരനാഴിക നേരം പോലെയുള്ള സിനിമകൾ, ഇങ്ങനെയൊക്കെയുള്ള പഴയ സിനിമകളുണ്ടായിരുന്നു. അതൊക്കെ വലിയ പഴയ നോവലുകളും ഒക്കെ പിന്നെ എടുത്തിട്ട് സിനിമയാക്കിയിരുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു പുതിയ കാലത്ത് അത്തരം വലിയ ഒരു ജീവിത പശ്ചാത്തലവും ഒരു ജീവിതത്തിൻ്റെ പൂർണ്ണമായ ഒരു ചരിത്രവും ഒന്നും പറയേണ്ട കാര്യമില്ല. ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു വാർത്ത, ഇതൊക്കെ മതി ഇന്നിപ്പോൾ ഒരു സിനിമയാക്കാൻ എന്നുള്ള രീതിയിൽ അത് പ്രേക്ഷകർ വളരെ രീതിയിൽ പിന്നെ സ്വീകരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അതൊന്നും നമ്മുടെ ഈ ഒരു ലൈഫിൻ്റെ ഒരു എന്താണ് മൊത്തത്തിലൊരു ഫാസ്റ്റായ ഒരു അവസ്ഥയാണ്. നമ്മുടെ ജീവിതം തന്നെ പഴയകാലം പോലെ അല്ല. ഇപ്പോൾ നമുക്ക് ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാത്രിയായി അടുത്ത ദിവസമാവാണ്. പെട്ടെന്ന് ഇതിങ്ങനെ പോകുന്ന പോലെ ഒരു ഫീലിംഗ്. അത് ഇനി എൻ്റെ തോന്നലാണെന്ന് എനിക്കറിയില്ല. പലപ്പോഴും ഒരു ദിവസത്തെ മുമ്പൊക്കെ നമ്മളിപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്താണ് ഈ ഒരു വെക്കേഷൻ ടൈം 2 മാസത്തെ മാർച്ചിലെ അവധി എന്നൊക്കെ പറഞ്ഞ് എത്രയോ നീണ്ട കാലത്ത് ഒരു അവധിയാണെന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ മോൾക്കൊക്കെ സ്കൂൾ അടച്ചിട്ട് ഇതായി വരുമ്പോൾ തന്നെ സ്കൂൾ തുറക്കുകയാണ്, 2 മാസം കഴിയുക എന്ന് പറയുമ്പോൾ ഇത് പെട്ടെന്നങ്ങ് ഒരു കാലം പോകുന്നത് പോലൊരു ഫീലിംഗ്. അത് ലോകത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു മാറ്റം, ആ ഒരു ഗതിവേഗം കൂട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് തീർച്ചയായിട്ടും സിനിമകൾക്ക് ഒക്കെ പിന്നെ സംഭവിക്കുന്നതും. ആ ഒരു രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് പോവുകയാണ് നമ്മുടെ ഒരു ജീവിതം. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ്, ശരിക്കും ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ് പലപ്പോഴും കലയിൽ പിന്നെ നമ്മൾ കാണുന്നത്. സിനിമയിലും അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെയൊക്കെ ഒരു മനോഭാവം ആ ഒരു സ്പീഡിനോടൊപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സിനിമകളും കുറച്ച് ഫാസ്റ്റാവും. പക്ഷേ അവിടെ ചിലപ്പോൾ ചില കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്ത് പിന്നെ പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് എത്തിക്കേണ്ട ചിലത് അത്രത്തോളം രജിസ്റ്റർ ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പോൾ അത് ആ സിനിമകളുടെയൊക്കെ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ പറ്റും. ചിലത് കുറച്ചുകൂടിയൊക്കെ എന്താണ് ടൈം എടുത്ത് നമ്മളെ പിന്നെ പ്രേക്ഷകൻ്റെ ഉള്ളിലത് ഹൃദയത്തിലേക്ക് പതിപ്പിച്ച് അവനിലൊരു ആ ഒരു ഇമോഷൻ ഉണ്ടാക്കുന്നതൊക്കെ ഉള്ളൊരു ഒരു സംഭവമുണ്ട്. പക്ഷെ അത് പലപ്പോഴും നഷ്ടപ്പെടുകയും ഇതൊരു വളരെ ഫാസ്റ്റായിട്ട് പോയി നമ്മളിൽ നിന്ന് വലിയ പ്രതികരണങ്ങളൊന്നും ഉണ്ടാക്കാതെ പോകുന്ന ഒരു ഇതായിട്ട് കൂടി സിനിമ ചിലപ്പോൾ മാറാറുണ്ട്. സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് നൽകുന്ന, അല്ലെങ്കിൽ നല്ലൊരു സന്ദേശം നൽകുന്ന ഒരു കലാമൂല്യമുള്ളൊരു സിനിമകൾ, അതിപ്പോൾ അങ്ങനെ ഒരു സിനിമകൾക്ക് വേണ്ടി ഈ സമൂഹം കാത്തിരിക്കുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ അത് മുമ്പ് പറഞ്ഞതിലൂടെ അതൊരു പോസ്റ്റ്മാൻ്റെ പണിയല്ല. കലയെന്ന് ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ അതല്ല. അതിനകത്ത് ഇപ്പോൾ ഒരു സന്ദേശം നൽകിയില്ലെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ എന്തെങ്കിലും ഒരു സന്ദേശം നൽകുന്നുവെങ്കിൽ ആ സന്ദേശം അത് ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നതാകണം, സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നതാകണം, മനുഷ്യൻ്റെ പക്ഷത്ത് നിൽക്കുന്നതാകണം, അത് മനുഷ്യ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നതാകണം, മനുഷ്യൻ്റെ പുരോഗതിയിലേക്ക് നയിക്കുന്നതാകണം. അല്ലാതെ ഒരു സന്ദേശം സിനിമയിലൂടെ ഒരു തെറ്റായ സന്ദേശം സമൂഹത്തിന് കൊടുക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സന്ദേശം നൽകിയില്ലെങ്കിൽ പോലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ചില നല്ല കലാമൂല്യമുള്ള സിനിമകൾ ചില സന്ദേശങ്ങളൊക്കെ സമൂഹത്തിന് നൽകുന്നുണ്ട്, അത് നല്ലത്. പലപ്പോഴും ഈ ലഹരിക്കും വയലൻസിനുമൊക്കെ വലിയ രീതിയിൽ പ്രാധാന്യം നൽകുന്ന, അതിനൊരു ഹീറോയിസമൊക്കെ നൽകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സിനിമകൾ ഏറെക്കുറയും. അതിനാണ് പല രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അത് ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? അല്ല, അത്തരം സന്ദേശങ്ങളെയൊക്കെ നമ്മൾ പ്രതിരോധിക്കേണ്ടതാണ്. അതല്ലേ പറഞ്ഞു, ഒരു തെറ്റായ സന്ദേശം സമൂഹത്തിന് കലയിലൂടെ നൽകാൻ പാടില്ല. കാര്യം ഇതൊരു വലിയൊരു സ്വാധീന ശക്തിയാണ്, മനുഷ്യനെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിവുള്ളതാണ് കല എന്ന് പറയും. ലഹരിയൊക്കെ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ നിരോധിക്കുക തന്നെ വേണം. പിന്നെ പലരും പറയുന്നത് എന്താണ്, ഇതൊക്കെ ജീവിതത്തിലില്ലേ, ജീവിതത്തിലുണ്ട്, ജീവിതത്തിലുള്ളതാണല്ലോ കലയിലും എന്നൊക്കെ പറയുന്നതിനകത്ത് ജീവിതത്തിൽ പലതും ഉണ്ടാകും. പക്ഷെ കലയിലൂടെ വരുമ്പോൾ കല എന്ന് പറയുന്ന മനുഷ്യ മനസ്സുകളെ വിമലീകരിക്കാൻ, മനുഷ്യ മനസ്സുകളെ സംസ്കരിച്ചെടുക്കാൻ, മനുഷ്യ മനസ്സുകളെ മനുഷ്യനെ മാറ്റിമറിക്കാനുള്ള ഒരു വലിയ ഉപാധിയാണ് കലയെന്ന് പറയുന്നത്. കലയുടെ പേരിൽ വരുന്ന അത്തരം വ്യാജ സൃഷ്ടികളെ നമ്മൾ പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നു. ഞാനത് പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അങ്ങനെ പ്രതിരോധിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എല്ലാം വിഷമയമായിരിക്കുന്ന ഒരു ലോകത്ത്
നമ്മളെ മണ്ണും അന്തരീക്ഷവും വായുവും ജലവും മരുന്നുകളും ആഹാരവും എല്ലാം മലീമസമായിരിക്കുന്ന ഒരു ലോകത്ത് ഇത്തരം കലയിലൂടെയും സാഹിത്യത്തിലൂടെയൊക്കെ വരുന്ന ചില സാംസ്കാരിക വിഷം കൂടി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. മലയാളികൾ ആ അർത്ഥത്തിൽ ചില സാംസ്കാരിക വിഷങ്ങൾ കൂടി തീണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്കൊരു സാംസ്കാരിക പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ ചരിത്രത്തിൽ ഒരു തോറ്റ ജനതയായി അടയാളപ്പെട്ടു പോകും എന്ന് പോലും ഞാൻ പലപ്പോഴും പല വേദികളിലും പ്രസംഗിക്കുമ്പോഴൊക്കെ പറയുന്നതാണ്, എഴുതിയിട്ടുള്ള കാര്യങ്ങളാണത്. ഇത്തരം വിഷാംശം, മാരകമായ വിഷം, ഇത് താങ്കൾ സിനിമയിലാണോ ടെലിവിഷൻ പരമ്പരകളിലാണോ കൂടുതൽ കാണുന്നത്? അത് നേരത്തെ പറഞ്ഞു, ഒരു 10 വർഷം മുമ്പ് തന്നെ ഞാനൊരു മാതൃഭൂമിയുടെ 2015 ഓഗസ്റ്റ് 23 പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖനം എഴുതിയതാണ്. അത് ഭൂമിയിലില്ലാത്ത ജീവിതങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ്. അതിൽ പറഞ്ഞൊരു കാര്യമാണ്, ചില സിനിമകൾ, ചില ടെലിവിഷൻ പരിപാടികൾ, ചില സീരിയലുകൾ, ചില നാടകങ്ങൾ, അതുപോലുള്ള ചിലത് എല്ലാത്തിനെയും അടച്ചാക്ഷേപിച്ചുകൊണ്ടല്ല പറഞ്ഞത്, ചിലത് ഈ എൻഡോസൾഫാൻ പോലെ സമൂഹത്തിന് മാരകമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനകത്തെ പ്രമേയത്തെക്കുറിച്ചാണ്, അതിനകത്തുള്ള കണ്ടൻറ്റിനെ കുറിച്ചാണ് ഞാനൊരു വിമർശനം ഉന്നയിച്ചത്. പക്ഷേ അത് പല രീതിയിൽ ഇവിടെ വ്യാഖ്യാനിക്കപ്പെട്ടു, പല രീതിയിൽ ചർച്ചകളൊക്കെ വഴിതിരിച്ചു വിട്ടു. എന്തു തന്നെയായിരുന്നാലും ശരി, കുടുംബ സദസ്സുകളിലേക്കൊക്കെ വരുന്ന ചില പ്രമേയങ്ങൾ നമുക്ക് കുടുംബ സദസ്സുകൾക്ക് സ്വീകാര്യമാണോ എന്ന് അത് പ്രേക്ഷകരും തീരുമാനിക്കേണ്ടതാണ്, അത് സൃഷ്ടിക്കുന്നവരും തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ അതിനെതിരെയുള്ളൊരു പ്രതികരണമായിരുന്നു അത്. അത്തരം പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. അത് ഇപ്പോൾ ടെലിവിഷൻ സീരിയലുകളെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് കൂടുതൽ ചർച്ചയായത്. അത് കൂടുതലൊരു ജനങ്ങൾ അത്രയും ആഘോഷപൂർവ്വം സ്വീകരിക്കുന്ന ഒന്നാണ് ഇത്തരം ടെലിവിഷൻ പരിപാടികൾ. ഇത് ഒരു കുടുംബ സദസ്സുകളിലേക്ക് വരുന്ന പരിപാടികളാണ്. നമ്മളിപ്പോൾ സിനിമയെക്കുറിച്ച്, ഞാനതിനകത്ത് ചില സിനിമകളെക്കുറിച്ചുമൊക്കെയാണ് ഈ ഒരു വിമർശനം ഉന്നയിച്ചത്. സിനിമ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ആവശ്യമുള്ളവർ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് കാശ് കൊടുത്ത് അങ്ങോട്ട് പോയി കാണുന്ന ഒരു സംവിധാനമാണ്. അവിടെ കുട്ടികൾ കാണണമോ എന്ന് പോലും രക്ഷകർത്താക്കൾക്ക് തീരുമാനിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ കുടുംബത്തിനകത്തേക്ക് വരുന്ന ചിലത്, അത് ഈ കുടുംബാംഗങ്ങളിരുന്ന് കാണുമ്പോൾ കുട്ടികൾ ഒരുപക്ഷെ അതിൻ്റെ മുമ്പിലിരുന്ന് കണ്ടില്ലെങ്കിൽ പോലും ഈ അണുകുടുംബങ്ങളിലുള്ള കുട്ടികൾ ആ കുടുംബത്തിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ഓടിക്കളിക്കുന്നുണ്ടാവില്ലേ? തീർച്ചയായും ഇതിനകത്ത് കൂടി കേൾക്കുന്ന സംഭാഷണങ്ങളും അതിലെ ചില ദൃശ്യങ്ങളും അവരുടെ ഉള്ളിൽ അതൊരു അണുപ്രസരണം പോലെ അതിനകത്താണ് ഈ കുഞ്ഞുങ്ങൾ വർഷങ്ങളോളം നിരന്തരമായി ഈ ഒരു കാഴ്ചയുടെയും കേൾവിയുടെയും ശീലത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഒരു ആശങ്ക കൂടിയാണ് ഞാനതിൽ പങ്കുവച്ചത്. അത്തരം ഒരു ഇടങ്ങളിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ഈ ടെലിവിഷനിൽ കാണുന്ന ജീവിതത്തിൻ്റെ ചിത്രീകരണമാണെന്നാണല്ലോ അവകാശപ്പെടുന്നത്. ഇത്തരം കാഴ്ചകളുടെ ശീലത്തിൽ വളരുന്ന കുട്ടികൾ ഈ കാണുന്ന കാഴ്ചകൾ, ഇതാണ് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ആകണം, ഇതാണ് ശരി, ബന്ധങ്ങളെന്നൊക്കെ പറയുന്നത് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ ഉള്ളിൽ അവർ പോലും അറിയാതെ ഇങ്ങനൊരു ജീവിതത്തെക്കുറിച്ചുള്ളൊരു വീക്ഷണം രൂപപ്പെട്ടു വരികയാണ്. അവരുടെ ഉള്ളിൽ ജീവിതത്തെക്കുറിച്ചുള്ളൊരു സമീപനം, മനോഭാവമൊക്കെ ഈ കാഴ്ചകളുടെ ശീലത്തിൽ അവരുടെ ഉള്ളിൽ അതങ്ങനെ ബലപ്പെട്ടു വരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഭാവിയിൽ ഇതിനകത്ത് കാണുന്ന എല്ലാ കുന്നായ്മകളും കുശുമ്പും എല്ലാ കുത്തിത്തിരിപ്പുകളും എല്ലാ അക്രമങ്ങളും മനുഷ്യബന്ധങ്ങളിലേക്കുള്ള ഈ അപജയങ്ങളും എല്ലാം കണ്ടു വളരുന്ന കുഞ്ഞുങ്ങൾ ഭാവിയിൽ എങ്ങനെയാകും എന്നുള്ളൊരു ആശങ്കയാണ്. ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ആ തലമുറയെക്കുറിച്ചുള്ള ആശങ്ക കൂടിയാണ് ഞാനിതിൽ പറഞ്ഞത്. അടുത്ത കാലത്ത് ഇപ്പോൾ കുറേ മനഃശാസ്ത്ര വിദഗ്ധരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നതാണ്, ഈ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ അമ്മമാരെ മക്കൾ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവരിക അവരുടെ മുമ്പിൽ. എന്താണ് കാര്യം? വീട്ടിലേക്ക് പുതുതായിട്ടൊക്കെ കടന്നു വരുന്ന മരുമക്കളൊക്കെ ഇവരുടെ ശത്രുവാണെന്ന് ഇവരങ്ങ് സങ്കല്പിക്കുക. അതുപോലെ ഈ മരുമക്കൾ തിരിച്ചും ഈ വരുന്ന അമ്മായിയമ്മമാർ ഞങ്ങളുടെ ആജീവനാന്ത ശത്രുവാണെന്ന് അങ്ങനെ ഒരു പൊതുബോധം ഇതിലൂടെയൊക്കെ രൂപപ്പെട്ടു വരികയാണ്. ഇത് നിരന്തരം, ഇത് കുറേ കാലം ഇത് കണ്ട് വരുമ്പോൾ നമ്മുടെ സ്ത്രീകളുടെ മനസ്സിലൊക്കെ ഇതാണ് യഥാർത്ഥ ഇത് എന്ന് ഒരു ചിന്ത അവരിലുണ്ടാവുകയാണ്. അതൊരു കുറ്റമല്ല, അവരിലുണ്ടായി പോവുകയാണ്. അപ്പോൾ ഇത് നിർമ്മിക്കുന്നവരത് ഉത്തരവാദിത്വം പാലിച്ചില്ല എങ്കിൽ ഇത് വല്ലാത്തൊരു ഗുരുതരമായ ഒരു അപകടത്തിലേക്ക് പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പല സ്ത്രീകളും പുരുഷന്മാരെല്ലാം കുഴപ്പക്കാരാണെന്ന് വിചാരിക്കുന്ന സ്ത്രീകളുണ്ട്, സ്ത്രീകൾ മുഴുവനും കുഴപ്പക്കാരാണെന്ന് വിചാരിക്കുന്ന പുരുഷന്മാർ. ഇങ്ങനെ മൊത്തത്തിൽ ഞാനതിൻ്റെ കൂടുതൽ ഇതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ ഈ പ്രമേയത്തെക്കുറിച്ചുള്ള ഒരു വിമർശനമാണ്, കണ്ടൻറ്റിനെ കുറിച്ചുള്ള വിമർശനമാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്നത് ഇതൊക്കെ ചാനലുകാരാണ് ഇത് നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ അത്തരം ഒരുപാട് ചർച്ചകൾക്ക് ഇപ്പോൾ എന്തായാലും എൻ്റെ ഒരു പരാമർശം അത് സഹായകമായി.
ഇനിയിപ്പോൾ ഈ ഫിലിം ഫെസ്റ്റിവലൊക്കെ കഴിയുമ്പോൾ ഞാൻ ആരെയും ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരാളൊന്നുമില്ല. എന്നെ ആരും ശത്രുവായി കാണേണ്ടതുമില്ല. അവരൊക്കെ എന്നെ അവരുടെ ശത്രുപക്ഷത്ത് നിർത്തേണ്ടവരുമല്ല. ഇപ്പോൾ ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ചിലരൊക്കെ അതിനെതിരെ ഞാനെന്തോ വലിയൊരു ഇത് ചെയ്തു, തെറ്റ് ചെയ്തതുപോലെയൊക്കെയാണ്. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം നിങ്ങൾ കേൾക്കൂ. എന്താണ് പൊതുസമൂഹം ഇപ്പോൾ പറയുന്നത്? ഞാൻ പറഞ്ഞ ഈ അഭിപ്രായത്തെ പൂർണ്ണമായും പിന്താങ്ങുകയാണ്. അത് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ എന്തുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഈ ഫെസ്റ്റിവൽ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇവരെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള തുടർ ചർച്ചകളുണ്ട്. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ മേഖലയിൽ ഇടപെടാൻ പറ്റും എന്നൊക്കെയുള്ള രീതി നമ്മൾ ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, അതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. അങ്ങനെ ഒരു അധികാരമുള്ളൊരു സ്ഥാനമൊന്നുമല്ല ഇത്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ചില ഇടപെടലുകൾ, നമ്മൾ ചില ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് അതിനകത്ത് എന്തെങ്കിലും ഒരു വസ്തുതയുണ്ടോ എന്നെങ്കിലും പരിശോധിക്കാൻ അവർ തയ്യാറാകണ്ടേ? അത് തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് വിനീതമായിട്ട് അവരോടൊക്കെ പറയാനുള്ളത്. പക്ഷേ അങ്ങ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നടത്തുന്നതിന് മുമ്പ് ഇതിൻ്റെ നിലവാര തകർച്ച അല്ലെങ്കിൽ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ആ പദവിയിൽ ഇരുന്നുകൊണ്ട് അങ്ങ് എന്തു ചെയ്തു എന്ന ചോദ്യമാണ് മർഭാത്ത് ഉയർത്തുന്നത്. ഞാനിത് നിരന്തരം 10 വർഷമായിട്ട് ഇത് പറയുകയെങ്കിലും ചെയ്യുന്നില്ലേ? ഇവിടെ ആരെങ്കിലും ഇത് പറയുന്നുണ്ടോ? എന്നെ പറയാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ. എന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്തു എന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് പറയാനുള്ളൊരു ആർജവമെങ്കിലും ഞാൻ കാട്ടുന്നില്ല. അപ്പോൾ പലരും പറഞ്ഞത് എല്ലാവരുടെയും അന്നം മുടക്കുന്ന ഒരു പരിപാടിയാണെന്ന് പറഞ്ഞു. ഞാൻ ഈ 10 വർഷമായിട്ട് ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് അതുമൂലം ആരുടെയും അന്നം മുടങ്ങിയതായിട്ട് എനിക്കറിയില്ല. പക്ഷെ അതുപോലെ എൻ്റെ അന്നം മുടങ്ങിയെന്നുള്ള സത്യമാണ്. പക്ഷെ എങ്കിലും ഞാൻ ആ നഷ്ടം സ്വയം സഹിച്ചുകൊണ്ട് എന്തുകൊണ്ട് പറയുന്നു? ഞാൻ ഈ മേഖലയിൽ നിന്ന് വന്ന ഒരാളാണ്. ഇതിൽ നിന്നാണ് ഞാൻ വന്നത്. എന്നെ മലയാളികൾ തിരിച്ചറിഞ്ഞത് ഇവിടെ നിന്നാണ്. ഇവിടെ ഒരുപാട് മനുഷ്യർ ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരു തൊഴിലിടമാണ്. അവിടെ ഈ രീതിയിൽ ആണ് പ്രമേയങ്ങളുമായിട്ട് ഇത് മുന്നോട്ട് പോയാൽ, ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ പ്രേക്ഷക സമൂഹം ഇത് നിരസിച്ചാൽ അല്ലെങ്കിൽ തിരസ്കരിച്ചാൽ അപ്പോഴാകും എല്ലാവരുടെയും അന്നം മുട്ടുന്നത്. അപ്പോൾ ആ ഒരു തിരിച്ചറിവുണ്ടാവുകയും വേണ്ട മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തുകയും ആരോഗ്യപരമായി ഈ ഒരു ഇൻഡസ്ട്രി മുന്നോട്ട് പോകണം എന്ന ഈ ഇൻഡസ്ട്രിയോടുള്ള ഈ ഒരു മേഖലയോടുള്ള ഒരു പ്രതിബദ്ധത, ഒപ്പം സമൂഹത്തോടുള്ള പ്രതിബദ്ധത, ഇതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അല്ലെങ്കിൽ ഇത് ആർക്കാ നഷ്ടം? ഇത് പറയുന്നുണ്ട് എനിക്കെന്തെങ്കിലും ലാഭമുണ്ടോ? ഈ നഷ്ടം സഹിച്ചുകൊണ്ട് ഞാനിത് പറയുന്നത് ഇതിനോടുള്ള ഒരു ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണ്. അതിപ്പോൾ ഈ ഒരു സ്ഥാനത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇതിപ്പോൾ സ്ഥാനത്തിരിക്കുമ്പോൾ പറഞ്ഞതല്ല. ഇത് 10 വർഷം മുമ്പ് ഒരു സാധനവും ഇല്ലാതിരുന്ന കാലത്ത് ഞാൻ പറഞ്ഞത് അന്നേ പറഞ്ഞുകൊണ്ടിരിക്കുകയത്. അതുകൊണ്ടാണോ താങ്കളുടെ അന്നം മുടങ്ങിയെന്ന് താങ്കൾ പറയുന്നത്? അതുകൊണ്ടൊന്നും ഞാൻ പറഞ്ഞപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ സീരിയലുകളിൽ എന്നെ അങ്ങനെ ആരും വിളിക്കാറില്ല. അത് വേറെ സത്യമാണ്. പക്ഷേ വിളിക്കുന്ന സീരിയലുകളിൽ ഞാനൊരു നിലപാടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അത്തരം ചില സീരിയലുകളിൽ അഭിനയിക്കില്ല. അങ്ങനെ അഭിനയിക്കാതിരിക്കുന്നത് ഞാൻ ഈ സമൂഹത്തോട് കാണിക്കുന്ന ഒരു പ്രതിബദ്ധതയായിട്ട് ഞാൻ പറയാറുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഞാൻ നിരാശനൊന്നുമില്ല. ഞാൻ ഇനിയും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും ശരി, ഒരു ചർച്ച, എല്ലാവരെയും കൂട്ടി വരുത്തി ഒരു ചർച്ച അതുണ്ടാവും. അതിനകത്ത് നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടപെടാം. പിന്നെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരോട്, ഇപ്പോൾ സിനിമാ നയരൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് അത് ആരംഭിച്ചു കഴിഞ്ഞു. ഷാജി കരുൺ സാറാണ് അതിൻ്റെ ചെയർമാൻ. ആ സമിതിയുടെ ഞാനും അക്കാഡമിയുടെ ഭാഗമായിട്ട് അതിൻ്റെ അംഗമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ തന്നെ മുൻകൈ എടുത്തിട്ട് ഈ ടെലിവിഷൻ മേഖലയും, സിനിമാ നയം എന്ന് പറയുന്ന സിനിമ മാത്രമല്ല, അതിനകത്ത് ടെലിവിഷൻ മേഖലയും കൂടി ഉൾപ്പെട്ട ഒരു സർക്കാരിൻ്റെ ഒരു സാംസ്കാരിക നയമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ടെലിവിഷൻ മേഖലയിലുള്ള അവിടെ പ്രവർത്തിക്കുന്ന സംഘടനകളും ഈ വ്യക്തികളും എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള ചർച്ച ഓൾറെഡി നടത്തിക്കഴിഞ്ഞു. ഇനിയും തുടർ ചർച്ചകളുണ്ടാകും. ഈ ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും വിളിച്ചു വരുത്തി വീണ്ടും അങ്ങനെ ഒരു ചർച്ച അത് അക്കാഡമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ താങ്കൾ ഇങ്ങനെ ഒരു പ്രതികരണം വന്നപ്പോൾ, അത് ഈ പദവിയിൽ ഇരുന്നുകൊണ്ട് നടത്തിയപ്പോൾ ആത്മ താങ്കൾക്കെതിരെ വന്നു. നമ്മുടെ മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ ഒരു പിന്തുണ കൂടി അവിടെ അവർക്കുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഞാൻ 2 വർഷം മുമ്പ് ഇതേപോലെ വീണ്ടും ഇതൊരു 10 വർഷം മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ്. ഈ അടുത്ത കാലത്ത് അതൊരു മാധ്യമപ്രവർത്തകൻ വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ അതേ നിലപാട് ആവർത്തിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് മുമ്പും ഇതേപോലെ പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു പ്രതിഷേധമുണ്ടായി. ഞാൻ അവരുടെ മീറ്റിങ്ങിൽ അങ്ങോട്ട് ചെന്ന് എൻ്റെ നിലപാടുകൾ വിശദീകരിച്ചു. ആ വിശദീകരിച്ച നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചു നിന്നു. അന്ന് ആ വേദിയിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട ശ്രീ ഗണേഷ് കുമാർ, അദ്ദേഹം പറഞ്ഞു, പ്രേംകുമാർ പറഞ്ഞ ഈ കാര്യങ്ങളിൽ ചില വസ്തുതകളുണ്ട്, തീർച്ചയായും അത് പരിശോധിക്കേണ്ടതാണ് എന്നന്ന് പറഞ്ഞതാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്നവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഒരു വീഡിയോയും ഞാൻ കാണിച്ചു തരാം. അന്ന് അപ്പോൾ അന്ന് അവർക്കെല്ലാം കാര്യം മനസ്സിലായി. ഞാനെന്താണ് ഇതിനകത്ത് അഭിനയിക്കുന്ന ഏതെങ്കിലും അഭിനേതാവിൻ്റെ അഭിനയം മോശമാണെന്ന് പറഞ്ഞോ? സംവിധാനം മോശമാണെന്ന് പറഞ്ഞോ? ഇതിൻ്റെ വേറെ ഏതെങ്കിലും ഘടകങ്ങൾ? പ്രമേയത്തെക്കുറിച്ചാണ് എൻ്റെ വിമർശനം.
കണ്ടന്റിനെ കുറിച്ചാണ്. അത് തന്നെയാണ്, അതിപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ചില സീരിയലുകളുടെ പ്രമേയങ്ങൾ, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് മാറുക തന്നെ വേണം. എന്തായാലും ഈ IFFK ശേഷം അതിനുവേണ്ടി ഗൗരവത്തോടുകൂടി തന്നെ അതിനുവേണ്ടി അല്ല, ചർച്ചകളും ഞാൻ അന്ന് സംവാദങ്ങളും ഒക്കെ മുതലേ നടത്തും. പറയുകയും, പക്ഷേ ഇവരാരെങ്കിലും ഇതൊരു ചർച്ച ചെയ്യാൻ പോലും ഇതുവരെ തയ്യാറായില്ലല്ലോ. ഞാനെന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എന്നെ വിമർശിക്കാനും എന്നെ ആക്ഷേപിക്കാനും മാത്രം ശ്രമിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ഇതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ അത് പരിശോധിക്കണ്ടേ? ഒന്നും വേണ്ട, ജനങ്ങളുടെ ഒരു ഹിതപരിശോധന നടത്താൻ തയ്യാറുണ്ടോ? ചെയ്യട്ടെ, ജനങ്ങൾ പറയട്ടെ. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ, ഈ പ്രമേയങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ, ജനങ്ങൾ പറയട്ടെ. അതിനൊരു ഹിതപരിശോധന നടത്തും. ഇവിടെ സെൻസറിങ് എന്ന് പറയുന്നത് അത്ര പ്രായോഗികമല്ല എന്നുള്ളതാണ് കാര്യം. ഓരോ ദിവസവും രാവിലെയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് വൈകുന്നേരം ടെലികാസ്റ്റ് ചെയ്യുന്നൊരവസ്ഥയിലാണ് നമ്മൾ സീരിയൽ മേഖല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ സ്ക്രിപ്റ്റൊക്കെ നേരത്തെ പരിശോധിക്കാനൊക്കെയുള്ള ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ അതിന് സെൻസറിങ് എന്നുള്ള പദമൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല. പക്ഷേ ഒരു നിയന്ത്രണം ഈ കാര്യത്തിലുണ്ടാവണം. അത് സ്വയം നിയന്ത്രിക്കാൻ ഇത് സൃഷ്ടിക്കുന്നവർ തയ്യാറാകണം. അത് ആ ഒരു ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തില്ല എങ്കിൽ സാംസ്കാരിക വകുപ്പൊക്കെ ഇവിടെ ഉണ്ട്, അവർ അതിനകത്ത് എന്തെങ്കിലും ഇടപെടലുകൾ നടത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും സാംസ്കാരിക വകുപ്പിനോടോ വകുപ്പ് മന്ത്രിയുമായൊക്കെ ഏതെങ്കിലും രീതിയിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു? സാംസ്കാരിക മന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഇവിടെ ഈ സീരിയലുകൾക്കും പിന്നെ സെൻസറിങ് ആവശ്യമുണ്ടെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഈ പറയുന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ടോ? അല്ല, അതിന് എല്ലാവരും കൂടി ഒരു ചർച്ചയ്ക്കൊക്കെ തയ്യാറായി വരണം. അതിനുള്ളൊരു അന്തരീക്ഷം സംജാതമാക്കാനാണ് ഇനിയിപ്പോൾ നമ്മുടെയൊക്കെ ഒരു തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ നേതൃത്വത്തിൽ അതിനുള്ളൊരു ശ്രമം ഉണ്ടാകും. അതിന് ഇവരെല്ലാം സഹകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വ്യക്തിപരമായി പ്രേംകുമാർ എന്ന നടനിലും അല്ലെങ്കിൽ കഥാകാരനിലും എഴുത്തുകാരനിലുമൊക്കെ വരികയാണെങ്കിൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ 1ാം റാങ്കോടുകൂടി പാസ് ഔട്ടായ ഒരു വിദ്യാർത്ഥിയാണ്. വർഷങ്ങൾക്കിപ്പുറം സിനിമയിൽ ആ രീതിയിൽ താങ്കൾ കണ്ട സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള ഒരിടം കണ്ടെത്താൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടില്ല. എവിടെയാണ് അവിടെ ഒരു പാളിച്ച, അല്ലെങ്കിൽ എവിടെയാണ് ഒരു പരാജയം സംഭവിച്ചത്? ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമ പഠിക്കാൻ പോകുന്നത് ദൂരദർശനിലൊരു ജോലി കിട്ടും, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോയിലൊരു ജോലി കിട്ടും, സോങ് ആൻഡ് ഡ്രാമ ഡിവിഷനിലൊരു ജോലി കിട്ടും. അങ്ങനെ ഒരു ജോലി എന്നൊരു സ്വപ്നമായിട്ടാണ് ഞാൻ അന്ന് ഈ BTA എന്ന് പറഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ ബിരുദം നേടിയാൽ ഇത്തരം ഇടങ്ങളിലൊക്കെ ജോലി സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു ഇതിലാണ് പോകുന്നത്. പക്ഷേ അവിടെ നിന്ന് പിന്നെ ഇത് കോഴ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ സീനിയേഴ്സായിട്ടുണ്ടായിരുന്ന ദൂരദർശനിലൊക്കെ ഉണ്ടായിരുന്ന ചിലർ അവരുടെ ചില ടെലിഫിലിമുകളിലൊക്കെ ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമ ചെയ്ത ചില പ്രൊഡക്ഷൻസൊക്കെ അവർ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവർ എന്നെ അഭിനയിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അത് കുറേ അങ്ങനെ വന്നു. അതിനകത്ത് പിന്നെ ആദ്യം ആ കാലങ്ങളിൽ കുറേ ശ്രദ്ധിക്കപ്പെടുന്ന ടെലിഫിലിമുകൾ ചെയ്തു. അതിനകത്ത് ഒരെണ്ണത്തിന് സംസ്ഥാന പുരസ്കാരം, സംസ്ഥാന അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, ടെലിവിഷൻ അവാർഡ് എനിക്ക് കിട്ടി, ലംബോ എന്ന് പറയുന്നൊരു ടെലിഫിലിമിന്. അതിലൂടെ സിനിമയിലേക്ക് ഞാനിങ്ങനെ സിനിമയിൽ നിന്ന് അവസരങ്ങൾ എന്നെ തേടി വരികയായിരുന്നു. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് സഖാവ് എന്ന് പറയുന്ന സിനിമയാണ്. സഖാവ് P. കൃഷ്ണപിള്ള എന്ന് പറഞ്ഞിട്ട് ബക്കർ സാർ സംവിധാനം ചെയ്ത സിനിമയാണ്. പക്ഷേ അത് ഏതാണ്ട് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞെങ്കിൽ അത് പിന്നെ റിലീസ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആദ്യ സിനിമ റിലീസായില്ല. അതൊരു വളരെ നേരത്തെ പറഞ്ഞതുപോലെ സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ പഠിച്ച് വന്നതിന് ശേഷം അതിൻ്റെ ഒരു ആവേശത്തിലൊക്കെ ചെയ്ത അങ്ങനത്തെ ഒരു കഥാപാത്രം, വളരെ സൂക്ഷ്മമായിട്ടൊക്കെ പഠിച്ച്. സഖാവ് അറിയാമല്ലോ, കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകാചാര്യനാണ് സഖാവ് P. കൃഷ്ണപിള്ള. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ പ്രണയവും വിപ്ലവവും എല്ലാം കൂടി ചേർന്നൊരു ഗംഭീര കഥാപാത്രമാണത്. കഥാപാത്രം വെച്ചാൽ അതൊരു ഭാവനാ സൃഷ്ടിയല്ല, റിയലായിട്ട് ഇവിടെ ജീവിച്ചിരുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ എല്ലാ ഭാവങ്ങളും പ്രകടിപ്പിക്കാൻ പറ്റുന്നൊരു കഥാപാത്രമായിരുന്നു. പക്ഷെ അത് നിർഭാഗ്യവശാൽ അതെനിക്കത് അന്ന് ആ പടം റിലീസായിരുന്നെങ്കിൽ പ്രേംകുമാറിൻ്റെ ഒരു കരിയറിനെ തന്നെ മാറ്റി തീർച്ചയായും എങ്കിൽ മറ്റൊരു തലത്തിലേക്ക്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ സ്കൂൾ ഓഫ് ഡ്രാമ ഞാൻ പഠിക്കുമ്പോൾ അവിടുത്തെ പഠനകാലത്ത് മാക്ബത്തും ഒഥല്ലോയും കൊറിയോലിനസും ഇങ്ങനെ ഷേക്സ്പീരിയൻ കഥാപാത്രങ്ങൾ, അതുപോലെ സൊഫോക്ലിസിൻ്റെ പിന്നെ ഈഡിപ്പസ് നാടകം, ഇങ്ങനെയൊക്കെയുള്ള നാടകങ്ങളൊക്കെ ചെയ്തിട്ട് വളരെ അതിലൊക്കെ ആ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ആളാണ് ഞാൻ. അപ്പോൾ അത്തരം ഒരു വളരെ ഇമോഷണലായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഡെപ്തുള്ള കഥാപാത്രങ്ങൾ, ക്ലാസിക്കുകളായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടാണ് ആദ്യത്തെ സിനിമയിലേക്ക് വരുന്നത്. അതും ഞാനിങ്ങനെ സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ച് വന്നതല്ല. പിന്നെ ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഇതൊക്കെ യാദൃച്ഛികമായി സംഭവിച്ചു എന്നൊക്കെ ഞാൻ മുമ്പ് പറയുമെങ്കിലും ഇന്നിപ്പോൾ അതൊന്നും യാദൃച്ഛികമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരു ഉറച്ച ദൈവവിശ്വാസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു പ്രീ ഡിറ്റർമിൻഡായിട്ട് ഇങ്ങനെ നടക്കുന്നു എന്നാണ് എൻ്റെ ഒരു ബോധ്യം. പക്ഷേ ഇത്രയേറെ ഒരു വലിയ ക്ലാസിക്കുകളൊക്കെ പഠിക്കുന്ന കാലത്ത് ചെയ്തിട്ടും സിനിമയിൽ പിന്നീട് ഒരു പൂർണ്ണമായും പ്രേംകുമാർ എന്ന നടൻ അറിയപ്പെടുന്നത് ഒരു സ്വഭാവ നടൻ അല്ലെങ്കിൽ മറ്റൊരു കോമഡി ആർട്ടിസ്റ്റ് എന്ന രീതിയിലാണ്. എന്തുകൊണ്ട് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് മാറാൻ? ഞാനങ്ങനെ ഒരു തമാശ പറയാൻ കഴിവുള്ള ഒരാളൊന്നുമല്ല. ഇപ്പോൾ ഈ സിനിമയിൽ കാണിക്കുന്ന തമാശകൾ വളരെ പ്രതിഭാതരായ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എഴുതി തരുന്ന സംഭാഷണങ്ങൾ, സിറ്റുവേഷൻസ്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ട് നമ്മുടേതായ രീതിയിൽ അവതരിപ്പിക്കുന്നു, അഭിനയിക്കുന്നു എന്നുള്ളൂ.
അല്ലാതെ സ്വന്തമായിട്ടൊരു തമാശ പറഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടാണ്. ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് എല്ലാ ഇമോഷൻസും നമുക്ക് അവതരിപ്പിക്കാൻ പറ്റണം. ഇപ്പോൾ ഈ ഹാസ്യം എന്ന് പറയുന്നത് ഈ നവരസങ്ങളിൽ ഒന്ന് മാത്രമാണ്. ബാക്കിയുള്ള അതും അത്തരം അവസരങ്ങളിലേക്ക് എന്നെ ആരെങ്കിലും പരിഗണിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യും. ഈ സിനിമയുടെ പുറകെ ഞാൻ പറഞ്ഞല്ലോ, സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ശ്രമവും നടത്താതെ സിനിമയിൽ വരികയും കുറേ സിനിമകൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 100-150 സിനിമകളോളം ചെയ്തിട്ടുണ്ടാകും. അതിനകത്ത് റിലീസാകാത്തതും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അത്രയും സിനിമകളൊക്കെ ചെയ്തു. അതൊന്നും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ പോവുകയാണ്. ഇനിയും നല്ല കഥാപാത്രങ്ങൾ ചിലപ്പോൾ എന്നെ തേടി വന്നാൽ തീർച്ചയായിട്ടും ചെയ്യും. ഞാൻ വളരെ റിലാക്സ് ചെയ്ത് ഒരു സമ്മർദ്ദങ്ങളും ഇല്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കുടുംബവുമായിട്ട് കൂടുതൽ സമയം ചെലവഴിച്ച് ഇങ്ങനെ കഴിയുകയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിലാണ് എൻ്റെ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. കുറേ കാലം ഇങ്ങനെ ടെലിവിഷൻ രംഗത്ത് കുറേ സജീവമായിരുന്നു. അത് കഴിഞ്ഞ് സിനിമയിൽ കുറേ അവസരങ്ങൾ വന്നു. അത് കഴിഞ്ഞ് ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ചുമതലയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുമെന്നുള്ള അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞാൻ നിൽക്കുന്നത്. അല്ലാതെ ഇതിനുവേണ്ടി എന്തെങ്കിലും ഒരു ശ്രമം നടത്തുകയോ അതിൻ്റെ പിന്നാലെ പോകുക അങ്ങനെയൊന്നും. ഈ 29ാമത് IFFK കടന്നു പോകുമ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് തൊട്ട് മുമ്പത്തെ മേളകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ രീതിയിൽ പരാതികളോ പരിഭവങ്ങളോ പ്രത്യേകിച്ച് വിവാദങ്ങളൊന്നും ഇല്ലാതെയാണ് കടന്നു പോകുന്നത്. മാത്രമല്ല മികച്ച ഒരു അഭിപ്രായമാണ് പല വേദികളിൽ നിന്ന് നമ്മൾ കേൾക്കാനും കഴിയുന്നത്. അങ്ങനെയാണ് ഞാനും കുറേ കേട്ടു. നന്നായി, കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. അതിലൊരു സന്തോഷമുണ്ട്. അല്ലാതെ വേറെ വലിയ അവകാശവാദമൊന്നും അതിനകത്തില്ല. അതൊക്കെ അങ്ങ് സംഭവിച്ചു. അല്ലാതെ എൻ്റെ ഒരു മിടുക്കോ കഴിവൊന്നുമല്ല. അത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഒരു വലിയ അത്ഭുതമൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ്. സിനിമ എന്ന് പറയുന്നത് അതൊരു കളക്റ്റീവ് ആർട്ടാണ്. ചലച്ചിത്രമേളയും അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ശ്രമം അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ വിജയങ്ങളൊക്കെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് മാത്രമാണ് അത് പലപ്പോഴും ചാർത്തി കൊടുക്കുക. പക്ഷെ ഞാനതിന് തയ്യാറല്ല. ഒരുപാട് പേര് എന്നോടൊപ്പം പ്രവർത്തിച്ച അവർക്കൊക്കെയുള്ള അതേ പങ്കേ എനിക്കുള്ളൂ. അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായൊരു സിസ്റ്റം ഉണ്ട് അവിടെ. ഇത്രയും വർഷമായിട്ട് നടത്തി വരുന്നൊരു പ്രവർത്തന പരിചയമുണ്ട്. വ്യക്തമായ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയും അനുഭവ സമ്പത്തും ഒക്കെയുള്ള വളരെ സംഘാടന മികവുള്ള ഒരു സെക്രട്ടറി ശ്രീ C. അജോയ് എന്ന് പറഞ്ഞ അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു വലിയ സപ്പോർട്ട് അത് ആണ്. അതുപോലെ ഈ പ്രോഗ്രാമിൻ്റെയും അതുപോലെ ഫെസ്റ്റിവലിൻ്റെയൊക്കെ ഡെപ്യൂട്ടി ഡയറക്ടേഴ്സ് ഉണ്ട്. ഫിനാൻസിൻ്റെ ട്രഷറർ, അതുപോലെ ഫിനാൻസ് ഡയറക്ടർ, അങ്ങനെ ഒരു വിഭാഗമുണ്ട് ഇതിൻ്റെ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന. ഇങ്ങനെ കുറേ പ്രവർത്തിക്കുന്ന നിരന്തരം ഇത് ഫെസ്റ്റിവലൊക്കെ ആരംഭിക്കുമ്പോൾ എത്രയോ മാസങ്ങളോളം ഇതിൻ്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്യുന്ന, ഇതിനുവേണ്ടി അഹോരാത്രം രാത്രിയും പകലും ഒക്കെ ഉറക്കമൊളിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ഈ ഒരു ഫെസ്റ്റിവലിൽ എന്തെങ്കിലും ഒരു നല്ല അഭിപ്രായമുണ്ട് എന്നിപ്പോൾ താങ്കൾ പറയുമ്പോൾ അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് അവർക്കാണ്. അവിടെ പങ്കെടുത്ത ഇത്രയും ഡെലിഗേറ്റ്സ് 15,000-ഓളം പേര് ഏതാണ്ട് പങ്കെടുത്തു എന്നാണ് കണക്ക്. അപ്പോൾ അവരൊക്കെയാണ് ചേർന്നാണ് ഈ മേള അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് അവർക്കാണ്. അല്ലാതെ ഇത് അക്കാഡമിയുടെ ഒരു സ്ഥാനത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് എൻ്റെ ഒരു ക്രെഡിറ്റ് എനിക്കാണെന്ന് പറയുന്നതിനകത്തൊന്നും കാര്യമില്ല. എന്തായാലും എല്ലാ ആശംസകളും. ഇത്രയും സമയം വാക്കുമായി സഹകരിച്ചതിന് നന്ദി. താങ്ക് യു.